ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രാക്ടിക്കൽ മെഷീൻസിൻ്റെ റിയൽ മെഷീൻസിൻ്റെ സർക്യൂട്ട്സിൻ്റെ ഹൈഡ്രോളിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന രണ്ട് മെഷീൻസിൻ്റെ ഹൈഡ്രോളിക് സർക്യൂട്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ക്വിക്ക് റിട്ടേൺ മോഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ക്വിക്ക് റിട്ടേൺ മോഷൻ അറ്റൈൻ ചെയ്യുന്നത്. അതിൻ്റെ സർക്യൂട്ടാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ട് കാണാതെ വരയ്ക്കേണ്ടതായിട്ട് വരും എക്സാമിന് ക്വസ്റ്റ്യൻ ക്വിക്ക് റിട്ടേൺ മോഷൻ്റെ ഹൈഡ്രോളിക് സർക്യൂട്ട് വരയ്ക്കുക എന്നതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് കാണാതെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം നിങ്ങൾക്കറിയാം എന്താണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്നും എന്തിനാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്നും ഏത് മെഷീനിലാണ് ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം യൂസ് ചെയ്യുന്നത് എന്നും നിങ്ങൾക്കറിയാം. ഷേപ്പറിലോ അല്ലെങ്കിൽ സ്ലോട്ടർ മെഷീനിലോ ആണ് ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഉപയോഗിക്കുന്നത്. അതിൽ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത് വർക്കിംഗ് സ്ട്രോക്കാണ്, അല്ലെങ്കിൽ കട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറയാം. അത് ഫോർവേഡ് സ്ട്രോക്ക് മുന്നോട്ട് പോകും. അത് കഴിഞ്ഞ് റിട്ടേൺ സ്ട്രോക്ക് കുറച്ചും കൂടെ സ്പീഡ് കൂടി, അതായത് പെട്ടെന്ന് വേണം റിട്ടേൺ ചെയ്യാൻ, ടൈം സേവ് ചെയ്യാനായിട്ട് തിരിച്ചുള്ള റിട്ടേൺ സ്ട്രോക്ക് ക്വിക്കായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ തിരിച്ചുള്ള റിട്ടേൺ സ്ട്രോക്ക് എങ്ങനെയാണ് ക്വിക്ക് ആക്കുന്നത് എന്നുള്ളത് അത് ഹൈഡ്രോളിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് അത് അറ്റൈൻ ചെയ്യുന്നത്. അതിൻ്റെ വർക്കിംഗ് ആണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഷേപ്പിംഗ് മെഷീൻ എന്തിനാണെന്നോ അതിലെന്തിനാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്താണെന്നോ എന്താണ് ഈ ക്വിക്ക് റിട്ടേൺ എന്നോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം നിങ്ങൾ ആൾറെഡി പഠിച്ചതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഹൈഡ്രോളിക് സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് പറയുന്ന സംഭവം. ഇതിലാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം അറ്റൈൻ ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് പുറത്തോട്ടൊരു റോഡ്, പിസ്റ്റൻ്റെ റോഡ് പുറത്തോട്ട് വരുന്നുണ്ട്. ആ പിസ്റ്റൻ്റെ റോഡാണ് നേരെ നമ്മുടെ ഇതിൻ്റെ ഷേപ്പിംഗ് മെഷീനിൽ അതിൻ്റെ ഇതിലോട്ട് ഫോർവേഡ് സ്ട്രോക്ക് വരുന്ന ആ പോർഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ പിസ്റ്റൻ്റെ റോഡിനെ അതിനെ കാലിബ്രേറ്റ് ചെയ്താണ് അതിൻ്റെ മൂവ്മെൻറ്റ്, റാമിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് പറയുന്നത് ഡബിൾ ആക്ടിങ് സിലിണ്ടറാണ്. അതായത് പിസ്റ്റൻ്റെ രണ്ട് സൈഡിലോട്ടും ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കിടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. മുന്നോട്ട് ഇതിപ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നതിനെ ഫോർവേഡ് സ്ട്രോക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നതിന് റിട്ടേൺ സ്ട്രോക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ പിസ്റ്റൺ റോഡ് പുറത്തോട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഷേപ്പറിൽ മുകളിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന റാം എന്ന് പറയുന്ന ഡിവൈസ് അസംബ്ലിയിലോട്ട് കണക്ട് ചെയ്യുന്നതും ക്വിക്ക് റിട്ടേൺ അറ്റൈൻ ചെയ്യുന്നതും. അപ്പോൾ ഇതിനുവേണ്ടി ഹൈഡ്രോളിക് സിലിണ്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഹൈഡ്രോളിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണോ റാം മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇവിടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെയായിരിക്കും റാം മൂവ് ചെയ്യുന്നത്. അപ്പോൾ പിസ്റ്റൻ്റെ സ്പീഡിനെയാണ് നമ്മൾ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ റിട്ടേൺ സ്ട്രോക്ക്, അതായത് പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നത് കുറച്ചും കൂടെ ക്വിക്കാകണം, പെട്ടെന്നാകണം. അപ്പോൾ അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സർക്യൂട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കാര്യങ്ങളെല്ലാം ഡിവൈസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നും വർക്കിംഗ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇത് ടാങ്കാണ്, ഇത് ഫിൽറ്ററാണ്, ഇത് പമ്പാണ്. ഇതൊരു ഫിക്സഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയാൻ കാര്യം ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് ഫ്ലൂയിഡ് ഇതിൽ നിന്ന് പുറത്തോട്ട് ഹൈ പ്രഷറിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഫിക്സഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പ്രഷർ റിലീഫ് വാൾവ് ഉണ്ട്. പിന്നെ ഇതൊരു 4/3 വാൾവ്, ഡയറക്ഷൻ കൺട്രോൾ വാൾവാണ്. ഈ DCV എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ കൺട്രോൾ വാൾവ്. ഇതൊരു 4-way 3 പൊസിഷനുള്ള 4/3 പൊസിഷനിലുള്ള ഡയറക്ഷൻ കൺട്രോൾ വാൾവാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ A എന്താണ്, B എന്താണ്, P എന്താണ്, T എന്താണ് എന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ 3 പൊസിഷനുണ്ട്. ആദ്യത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷൻ. ഈ മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വാൾവും എല്ലാ പോർട്ടും ക്ലോസ്ഡ് ആയിരിക്കും. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് പിസ്റ്റനെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ തന്നെ പിടിച്ചു നിർത്താം, അതിനെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു പൊസിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും, എല്ലാ പോർട്ടും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുമില്ല, പുറത്തിറങ്ങുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിസ്റ്റൺ ഒരു പർട്ടിക്കുലർ പോയിന്റ് തന്നെ ഫിക്സഡ് ആയിട്ട് അങ്ങ് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ നടുക്കത്തെ സെൻറ്റർ പൊസിഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ പിസ്റ്റൺ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഈ ഏരിയയിലായിരിക്കണം ഫ്ലൂയിഡ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി P എന്ന് പറയുന്ന പോർട്ട് വഴി A എന്ന് പറയുന്ന പോർട്ടിലൂടെ ആയിരിക്കും ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൈ പ്രഷർ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുമ്പോൾ ഇത് പിസ്റ്റനെ പുഷ് ചെയ്ത് റൈറ്റിലോട്ട് എത്തിക്കും. എന്നിട്ട് റൈറ്റ് എൻഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാനായിട്ട് ഈ സൈഡിലായിരിക്കണം ഹൈ പ്രഷർ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു പൊസിഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് Pയിൽ നിന്ന് Bയിൽ വന്ന പോർട്ടിലോട്ടായിരിക്കും ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ B എന്ന് പറയുന്ന പോർട്ട് വഴി ഈ ഏരിയയിലോട്ട് ഹൈ പ്രഷർ ഫ്ലൂയിഡ് എത്തും. അത് പിസ്റ്റനെ പുഷ് ചെയ്ത് ഇപ്പുറത്തെ ലെഫ്റ്റ് എൻഡിലോട്ട് എത്തിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ ഇവിടെ അറ്റൈൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സൈഡിലും അതായത് പിസ്റ്റൻ്റെ ലെഫ്റ്റ് സൈഡിലും പിസ്റ്റൻ്റെ റൈറ്റ് സൈഡിലും ഫോം ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്.
ഇതിൻ്റെ അകത്തോട്ട് രണ്ട് സൈഡിലോട്ടും ഹൈ പ്രഷർ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ട് സൈഡിലും ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ, അതായത് ഫ്ലൂയിഡ് ഈ പിസ്റ്റണിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. കാരണം ഈ സൈഡിൽ ഇവിടെ പിസ്റ്റൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിസ്റ്റൻ്റെ ഫുൾ ഏരിയയിലും ആ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇവിടെ ഈ പിസ്റ്റൺ റോഡ് ഇവിടെ വരുന്നുണ്ട്. ഈ പിസ്റ്റൺ റോഡ് ഇവിടെ ഒരു ലൈനായിട്ടാണ് വരച്ചിരിക്കുന്നത് എങ്കിലും ആക്ച്വലായിട്ട് ഈ പിസ്റ്റൺ റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഡയമീറ്ററുള്ള ഒരു സിലിണ്ടറിക്കൽ റോഡാണ് ഈ പിസ്റ്റൺ റോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പിസ്റ്റൻ്റെ റോഡ് വരുന്ന ആ ഡയമീറ്റർ, ആ ഏരിയയും കൂടെ പിസ്റ്റണിൽ കുറയുകയാണ്. ബാക്കി പോർഷനിൽ മാത്രമേ, ഈ പിസ്റ്റൺ റോഡ് ഒഴിവാക്കി ബാക്കി പോർഷനിൽ മാത്രമേ ഈ ഹൈ പ്രഷർ ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന്, ഇപ്പുറത്തെ സൈഡിൽ നിന്നും, അതായത് ഈ 2 എന്ന് എഴുതിയിരിക്കുന്ന ആ സൈഡിൽ നിന്നും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഈ 1 എന്ന് പറയുന്ന ആ സൈഡിൽ നിന്നും ഈ പിസ്റ്റണിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം ഇവിടെ കുറച്ച് ഏരിയയിൽ മാത്രമേ ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് വരുന്നുള്ളൂ. കാരണം ബാക്കി ഏരിയ ഈ പിസ്റ്റൺ റോഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ പിസ്റ്റൺ റോഡ് കഴിഞ്ഞിട്ട് ബാക്കി ഏരിയയിൽ മാത്രമേ ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന ആ പ്രഷർ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതേസമയം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. കാരണം ഇവിടെ പിസ്റ്റൺ റോഡൊന്നുമില്ല. ഈ പിസ്റ്റൻ്റെ ഫുൾ ഏരിയയിൽ ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൂടുതൽ ഫോഴ്സിലായിരിക്കും പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. കൂടുതൽ ഫോഴ്സിൽ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് പിസ്റ്റൺ മൂവ് ചെയ്യും. അതേസമയം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അത് മൂവ് ചെയ്യുന്ന സ്ലോയിലായിരിക്കും. കാരണം അത്രയും ഏരിയ കുറയുകയാണല്ലോ. അപ്പം ഫോഴ്സ് അത്രയും കുറച്ച് ഏരിയയിൽ മാത്രമേ, ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ അത്രയും കുറച്ച് ഏരിയയിൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് കുറച്ച് സ്ലോയിലായിരിക്കും. നമുക്ക് വേണ്ടതും ഈ ഒരു രീതിയിലുള്ള മൂവ്മെൻ്റ് ആണല്ലോ. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അത് കൂടുതൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മൂവ് ആവും. അതേസമയം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അത് അത്രത്തോളം പെട്ടെന്ന് മൂവ് ചെയ്യത്തില്ല, സ്ലോയിലേ മൂവ് ചെയ്യുകയുള്ളൂ. കാരണം ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ കുറവാണ്. അപ്പം അത് കാരണം ഒരു ക്വിക്ക് റിട്ടേൺ, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് സത്യം പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. അതേസമയം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് സ്ലോയിലേ പിസ്റ്റൺ മൂവ് ചെയ്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഇതിൽ അറ്റൈൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ വേറെ ഒന്നും സ്പെഷ്യലായിട്ട് എക്യുപ്മെൻറ്റോ ഡിവൈസസോ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇവിടെ ഒരു ഇവിടെ ഒരു പിസ്റ്റൺ റോഡ് ഉള്ളതുകൊണ്ട് ആ ഏരിയ കുറച്ച് ബാക്കി പിസ്റ്റൻ്റെ ഭാഗത്തായിരിക്കും ഫ്ലൂയിഡിൻ്റെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. അത് കുറവായതുകൊണ്ട് ഇങ്ങോട്ട് ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത് കുറച്ച് സ്ലോ ആയിരിക്കും. അതേസമയം കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. പിസ്റ്റൺ ഫുൾ ഏരിയയിൽ ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതുകൊണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പിസ്റ്റൺ പെട്ടെന്ന് അങ്ങ് മൂവ് ആയിക്കോളും. അത് കാരണം ഒരു ക്വിക്ക് റിട്ടേൺ നമുക്കിവിടെ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഹൈഡ്രോളിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ക്വിക്ക് റിട്ടേൺ മോഷൻ നമ്മളിവിടെ അറ്റൈൻ ചെയ്യുന്നത്. ഷേപ്പറിലായിരുന്നാലും അല്ലെങ്കിൽ സ്ലോട്ടറിലായിരുന്നാലും ക്വിക്ക് റിട്ടേൺ അറ്റൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, സിമ്പിളായിട്ടുള്ള വർക്കിംഗ്. അപ്പോൾ അതിൻ്റെ ഹൈഡ്രോളിക് സർക്യൂട്ടാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണാതെ നിങ്ങൾ വരയ്ക്കേണ്ടതായിട്ട് വരും. എന്തായാലും ലോജിക്ക് അറിയാമെങ്കിൽ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നറിയാമെങ്കിൽ എന്തായാലും നിങ്ങൾക്കിത് കാണാതെ വരയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ഡിവൈസൊക്കെ ഏകദേശം എല്ലാ ലേഔട്ടിലും വരുന്നത് തന്നെയാണ്. ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവ്, ഈ പ്രഷർ റിലീഫ് വാൾവ്, ഈ പമ്പ്, ഈ ഫിൽറ്റർ, ടാങ്ക്, ഇതെല്ലാം ഏകദേശം ഉള്ളതിൽ തന്നെയാണ്. അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളും പിന്നെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം അറ്റൈൻ ചെയ്യുന്ന ആ ഒരു ഹൈഡ്രോളിക് സർക്യൂട്ടിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു മെഷീൻ നമുക്ക് നോക്കാം. ഈ മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ മില്ലിംഗ് മെഷീൻ്റെ അല്ലെങ്കിൽ സർഫസ് ഗ്രൈൻഡറിൻ്റെ ടേബിൾ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് സർക്യൂട്ടാണ്, അത് ലേഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് മില്ലിംഗ് മെഷീൻ എന്നും എന്താണ് സർഫസ് ഗ്രൈൻഡർ എന്നും നിങ്ങൾക്കറിയാം. അതിൽ എന്താണ് ടേബിൾ എന്നും ടേബിൾ എന്തിനാണ് മൂവ് ചെയ്യുന്നതെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. നമ്മുടെ മില്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ സർഫസ് ഗ്രൈൻഡറിൽ ടേബിളിലാണ് ഈ വർക്ക് ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ മിക്കവാറും ഒരു വൈസ് കാണും. ആ വൈസിലാണ് നമ്മൾ വർക്ക് പീസ് കൊണ്ട് ഫിക്സ് ചെയ്യുന്നതും. ആ മെഷീൻ ടേബിളിനെ ആയിരിക്കും നമുക്ക് മൂവ് ചെയ്യേണ്ടതും. അപ്പോൾ മെഷീൻ ടേബിൾ നമുക്ക് വേണമെങ്കിൽ മാനുവലി മൂവ് ചെയ്യാം, എന്തെങ്കിലും ഹാൻഡ് വീലൊക്കെ ഉപയോഗിച്ച് മാനുവലി മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ്രോളിക്കലി നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ഓട്ടോമേറ്റഡൊക്കെ ആണെങ്കിൽ ഹൈഡ്രോളിക്കലി ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ എഫോർട്ടും വേണ്ട, നമ്മൾ ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് അതിനനുസരിച്ച് മൂവ് ചെയ്തോളും. അപ്പം ഹൈഡ്രോളിക് ഉപയോഗിച്ച് ഈ മെഷീൻ മൂവ് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ സർക്യൂട്ടാണ് ഇവിടെ ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം സംഭവം തന്നെ. ഇവിടെയും സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇതൊരു ഡബിൾ ആക്ടിംഗ് എന്ന് പറയാം. കാരണം പിസ്റ്റൻ്റെ രണ്ട് സൈഡിലോട്ടും ഹൈ പ്രഷർ ഫ്ലൂയിഡ് എത്തുന്നുണ്ട്. ഈ ഹൈ പ്രഷർ ഫ്ലൂയിഡ് എത്തുന്നത് ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവിൽ നിന്നാണ്.
അപ്പോൾ ഈ പിസ്റ്റൺ ഈ ഒരു മൂവ്മെൻറ്റ് ഈ പിസ്റ്റൺ ഇതിൻ്റെ അകത്ത് സിലിണ്ടറിൻ്റെ അകത്ത് കിടത്ത് മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും മെഷീൻ ടേബിൾ മൂവ് ചെയ്യുന്നത്. പിസ്റ്റൺ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മെഷീൻ ടേബിളും കൂടെ മൂവ് ചെയ്യുന്നു. പിസ്റ്റൺ റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ മെഷീൻ ടേബിളും അതിൻ്റെ കൂടെ തന്നെ ഡയറക്റ്റ് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരേപോലെ തന്നെയായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ മൂവ് ചെയ്യാനായിട്ട് ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഈ പിസ്റ്റൻ്റെ രണ്ട് സൈഡിലും ആൾട്ടർനേറ്റീവ് ആയിട്ട് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഡയറക്ഷൻ കൺട്രോൾ വാൾവും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിൽ ടാങ്ക് വരുന്നുണ്ട്, ഫിൽറ്ററുണ്ട്, പമ്പുണ്ട്, പിന്നെ ഈ പ്രഷർ റിലീഫ് വാൾവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഒരു 4/3 അതായത് 4 പോർട്ടുള്ള, ഇതിൽ 4 പോർട്ടുണ്ട്, എ ബി ഉണ്ട്, പി എം ടി ഉണ്ട്, 4 പോർട്ടുള്ള 3 പൊസിഷനുള്ള, അപ്പോൾ അതാണ് 4/3 എന്ന് പറയുന്നത്. 4 പോർട്ടുള്ള 3 പൊസിഷനുള്ള ഒരു ഡയറക്ഷൻ കൺട്രോൾ വാൾവാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ 1 എന്ന് പറയുന്ന ആ ഏരിയയിലോട്ട് ഹൈ പ്രഷർ ഫ്ലൂയിഡ് എത്തണമെങ്കിൽ ഈ ഒരു പൊസിഷനായിരിക്കും യൂസ് ചെയ്യുന്നത്. പി എന്ന് പറയുന്ന പോർട്ടിൽ നിന്നും എ എന്ന് പറയുന്ന പോർട്ട് വഴി ഇതിൻ്റെ അകത്തോട്ട് ഹൈ പ്രഷർ ഫ്ലൂയിഡ് എത്തുന്നു. ആ സമയത്ത് തന്നെ ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് തിരിച്ചിറങ്ങണം ടാങ്കിലോട്ട്. അതിനുവേണ്ടി ബി എന്ന പോർട്ട് വഴി ടി എന്ന് പറയുന്ന ടാങ്കിലോട്ട് ഫ്ലൂയിഡ് തിരിച്ചിറങ്ങുന്നു. അതുപോലെ തന്നെ പിസ്റ്റനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു പൊസിഷനാണ് യൂസ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾക്കറിയാം. അതല്ല ഈ ടേബിളിനെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഇപ്പം എക്സ്ട്രീമെൻസ് അല്ല, ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും അല്ലാതെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് മെഷീൻ ടേബിൾ ഒന്ന് ഫിക്സ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, ലോക്ക് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന പൊസിഷനാണ് ഈ നടുക്ക് കാണിച്ചിരിക്കുന്ന പൊസിഷൻ. അപ്പോൾ ആ സമയത്ത് എയും ബിയും ഈ 2 പോർട്ടും ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം ഫ്ലൂയിഡ് അകത്തോട്ട് കയറുകയോ പുറത്തിറങ്ങുകയില്ല. അപ്പോൾ അത് കാരണം പിസ്റ്റൺ അവിടെ തന്നെ മൂവ് ചെയ്യാതെ അങ്ങ് നിൽക്കും. അപ്പോൾ ആ സമയത്ത് എയും ബിയും എന്ന പോർട്ട് ക്ലോസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ പിയും ടിയും ഇതും ക്ലോസ്ഡ് ആയിരിക്കും എന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹൈഡ്രോളിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ മുതൽ 4ാമത്തെ ഹൈഡ്രോളിക് സർക്യൂട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ 3 പഠിച്ചു എങ്കിൽ ഇതും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. ഇത് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതാണ് ഹൈഡ്രോളിക് സർക്യൂട്ട്. ഒരു മില്ലിംഗ് മെഷീൻ്റെ അല്ലെങ്കിൽ സർഫസ് ഗ്രൈൻഡറിൻ്റെ ടേബിൾ മൂവ് ചെയ്യാനുള്ള ഒരു ഹൈഡ്രോളിക് സർക്യൂട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സാമിനും ഇങ്ങനെ ഹൈഡ്രോളിക് സർക്യൂട്ട് ഫോർ ടേബിൾ മൂവ്മെൻറ്റ് ഓഫ് മില്ലിംഗ് മെഷീൻ ഓഫ് സർഫസ് ഗ്രൈൻഡർ എന്തായിരിക്കും ചിലപ്പോൾ എക്സാമിന് കൊടുത്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ 4 സർക്യൂട്ട് ഹൈഡ്രോളിക് സർക്യൂട്ട് പഠിച്ചു. അപ്പോൾ ഈ 4ഉം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ നമ്മൾ മില്ലിംഗ് മെഷീൻ്റെയും സർഫസ് ഗ്രൈൻഡർ എന്നും പിന്നെ സ്ലോട്ടിങ്, ഷേപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ മെഷീൻസിൻ്റെ വർക്കിംഗ് ആണ് പഠിച്ചത്. അതിൻ്റെ ഹൈഡ്രോളിക് സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ ഈ മെഷീൻ്റെ വർക്കിംഗ് എല്ലാം നിങ്ങൾക്ക് ആൾറെഡി അറിയാം. ഈ മെഷീൻ എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ തന്നെ ഈ ടേബിൾ എന്തിനാണ് മൂവ് ചെയ്യുന്നത്, എന്താണ് മില്ലിംഗ് മെഷീൻ, എന്താണ് സർഫസ് ഗ്രൈൻഡർ എന്നൊക്കെ നിങ്ങൾക്ക് ആൾറെടി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെഷീൻ്റെ വർക്കിംഗ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 10-30 ഇങ്ങനെ ഹൈഡ്രോളിക് സർക്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോളിക് ആയിരുന്നാലും ന്യൂമാറ്റിക് ആയിരുന്നാലും ഒരു 2 കൂടി ഒരു 10-30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള മെഷീൻസ് അതല്ലെങ്കിൽ അതിലുള്ള സിസ്റ്റംസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കാത്തതായിരിക്കും. അതിൽ കുറച്ച് ചിലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിലും മിക്കതും ഒരു പ്രാക്ടിക്കൽ സിനാരിയോയിലുള്ള ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഒന്നും നമുക്ക് ആക്ച്വലി അറിയത്തില്ല. ആ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് പോലും നമുക്കറിയത്തില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഈ ഹൈഡ്രോളിക് സർക്യൂട്ട് പഠിക്കണമെങ്കിൽ ആദ്യം ആ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ഡിവൈസിൻ്റെ ആ മെഷീനിൻ്റെ വർക്കിംഗ് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഹൈഡ്രോളിക് സർക്യൂട്ട് നമ്മൾ കാണാതെ പഠിച്ചിട്ട് അതിലുള്ള ഇതിലുള്ള എന്തൊക്കെ ഡിവൈസ് വരുന്നു എന്നുള്ളതിനെ പറ്റിയും പഠിക്കാൻ. അപ്പോൾ ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. ഇനി വരുന്ന സർക്യൂട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഒരു 10-30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരുപാട് ടൈം എടുത്താലും നിങ്ങൾക്ക് പഠിച്ച് തീർക്കാനായിട്ട് പറ്റുകയുള്ളൂ. എക്സാമിന് കമ്പൾസറി ആയിട്ടും ഈ ഹൈഡ്രോളിക് സർക്യൂട്ട് വരയ്ക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ തീർച്ചയായും കാണും. അത് മിക്കവാറും എയർവാക്ക് ടെക്സ്റ്റിൽ നിന്നൊക്കെ തന്നെയായിരിക്കും സാധാരണ ക്വസ്റ്റ്യൻ ഇടുന്നത്. നമ്മുടെ പോലെ സാർമാർ ക്വസ്റ്റ്യൻ ഇടുന്നതും എയർവാക്കിൻ്റെ ബുക്ക് നോക്കി തന്നെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇടുന്നത്, അല്ല വേറെ ഇടത്ത് നോക്കിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നിർബന്ധമായും കാണും. പക്ഷേ ഇത് പഠിക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. ഇതൊന്നും നമുക്ക് ഇനിയിപ്പം പഠിപ്പിച്ചുകൊണ്ട് നിൽക്കാനും സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് മോഡ്യൂളിൽ ബാക്കി പോർഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു എങ്കിൽ മാത്രം ഈ ഹൈഡ്രോളിക് സർക്യൂട്ട് പഠിക്കാനായിട്ട് നിൽക്കുക. ഞാനിവിടെ ഒരു 4 ഞാനിവിടെ ഇപ്പോൾ 2 വീഡിയോയിലായിട്ട് പറഞ്ഞു തന്നു. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു 2-3 കൂടെ പഠിച്ച് വയ്ക്കുക. ബാക്കി ഭാഗ്യം പോലെ മേ ബി എക്സാമിന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് ചോദിച്ചാൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ ഈ സർക്യൂട്ട് ഈ ഡിവൈസും കാര്യങ്ങളെല്ലാം വരച്ച് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ തെറ്റാണെങ്കിൽ പോലും 10 5 മാർക്സെങ്കിലും കിട്ടിയെന്നിരിക്കും. നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ കൺട്രോൾ വാൾവും പ്രഷർ റിലീഫ് വാൾവും ഈ പമ്പും ഫിൽറ്ററും ഒക്കെ വരയ്ക്കാനായിട്ട് അറിയാം. ഇവിടെ ഈ ആക്ച്വേറ്ററൊക്കെ വരയ്ക്കാനായിട്ട് പറയാം. അപ്പോൾ തെറ്റാണെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരച്ച് വെച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ മേ ബി 10 5 മാർക്കെങ്കിലും കിട്ടിയെന്നിരിക്കാം. അപ്പം ഈ ഞാൻ പറഞ്ഞ പോലെ എക്സാമ്പിൾ ആയിട്ട് ഒരു 10, 20, 30 എണ്ണത്തിൻ്റെ വർക്കിംഗ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കാണാതെ പഠിക്കാനൊന്നും ഒക്കത്തില്ല. പഠിക്കാൻ പറ്റുന്നത് നോക്കുക. ഒരു 5-6 കൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കി നിങ്ങൾക്ക് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി ഒപ്പിക്കാനേ ഉള്ളൂ എന്ന് കരുതുക. അപ്പം ബാക്കി ടോപ്പിക്കെല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഹൈഡ്രോളിക് സർക്യൂട്ട് അല്ലെങ്കിൽ ന്യൂമാറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്ന സെക്ഷൻ പഠിക്കാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇനി ഞാൻ കൂടുതൽ എടുക്കാൻ നിൽക്കുന്നില്ല, കാരണം എടുക്കാൻ തുടങ്ങിയാൽ തീരത്തില്ല.
അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത ഈ സെക്കൻഡ് മോഡ്യൂളിൽ ഒരു ടോപ്പിക്കും കൂടെ പഠിക്കാനുണ്ട്. ന്യൂമാറ്റിക് സിസ്റ്റംസിനെ പറ്റി, ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സിനെ പറ്റി കൂടെ പഠിക്കാനുണ്ട്. നമ്മൾ ഹൈഡ്രോളിക് മാത്രമേ പഠിച്ചോളൂ. അതിൻ്റെ ഹൈഡ്രോളിക് ആക്ച്വേഷൻ സിസ്റ്റം ലേഔട്ടൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ ന്യൂമാറ്റിക് ആക്ച്വേഷൻ സിസ്റ്റത്തിൻ്റെ ലേഔട്ടും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതിലുപയോഗിക്കുന്ന 1-2 ഡിവൈസിൻ്റെ വർക്കിങ്ങും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഈ സെക്കൻഡ് മോഡ്യൂളിലുള്ളൂ. അപ്പോൾ അത് അടുത്ത 2-3 വീഡിയോസ് കൊണ്ട് നമുക്ക് ഈ സെക്കൻഡ് മോഡ്യൂൾ കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ന്യൂമാറ്റിക് സിസ്റ്റംസിനെ പറ്റിയാണ്, ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.